വലിയ പ്രതീക്ഷയിലായിരുന്നു UDF. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് UDF നേതാക്കളും. 100 സീറ്റിലധികം നേടി വിജയിക്കും എന്നാണ്. അത് എത്രയുമാകാം, 140 വരെയുമാകാം. 100 സീറ്റിൽ അധികം നേടി വിജയിക്കും എന്ന് ആദ്യം UDF നേതാക്കൾ പറഞ്ഞതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു. നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രചാരണം, കൊമ്പ് പിടിച്ച പ്രചാരണം. അപ്പോഴും UDF നേതാക്കൾ പറഞ്ഞു 100 സീറ്റിലധികം നേടി വിജയിക്കുമെന്ന്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFിൻ്റെ ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുന്നതാണ് നാം കണ്ടത്. ആദ്യം പറഞ്ഞ 100-ലധികം സീറ്റ് എന്ന് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും പറയുന്നില്ല. അതിനുശേഷം എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് 100-ലധികം സീറ്റ് നേടുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു തുടങ്ങി. 90 സീറ്റിലെത്തി കാര്യങ്ങൾ. അതിനുശേഷം വീണ്ടും കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ വന്നു, 85 സീറ്റ്. ഇപ്പോൾ 80 ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വാർത്ത വന്നിരിക്കുന്നു 75 സീറ്റ് മാത്രമേ UDFിന് ലഭിക്കുകയുള്ളൂ എന്ന്. അതും എവിടെ നിന്നാണ്? മലബാറിൽ നിന്നാണ് വൻ നേട്ടമുണ്ടാക്കുക എന്ന്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന്. അപ്പോഴാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, മലയാള മനോരമയിൽ വന്ന വാർത്തയാണ്. എന്ന് വെച്ചാൽ മനോരമ ന്യൂസിൽ വന്ന വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്ന സംഭവം, കലക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് UDF ജില്ലാ നേതൃത്വം. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്ന സംഭവം അട്ടിമറി സംശയിക്കുന്നതായി UDF. റിട്ടേണിംഗ് ഓഫീസർ 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. കളക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് UDF ജില്ലാ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതിനുശേഷം പറയുന്നു, സമാനമായ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആകമാനം അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് UDF നേതാക്കൾ പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുണ്ട്. 13 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ UDFിനുള്ളത്. അത് മാറി 8-ലധികം സീറ്റ് UDF നേടും. വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കും കോഴിക്കോട് ജില്ലയിൽ. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ വരെ. ഇന്നിതാ അവർ അട്ടിമറി സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സമ്മതിക്കുന്നു. 2 സീറ്റിൽ തന്നെ ഇത്തവണയും ഒതുങ്ങുമോ കോഴിക്കോട് ജില്ലയിൽ UDF? അതല്ല എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ? പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് സീറ്റില്ല കോഴിക്കോട് നിന്ന്. അത് ഇത്തവണ മറികടക്കുമോ കോൺഗ്രസ് എന്നാണ് ചോദ്യം. നാദാപുരത്തും തിരുവമ്പാടിയിലും ബേപ്പൂരിലുമെല്ലാം വൻ മാറ്റമുണ്ടാക്കും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ മലപ്പുറത്ത് നിന്ന് ബേപ്പൂരിൽ എത്തിയത്. എന്താണ് അവസ്ഥ എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൻ മുന്നേറ്റം കോഴിക്കോട് ഉണ്ടാക്കും എന്ന് പറഞ്ഞ UDF നേതാക്കൾ തന്നെ ഇന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, കോഴിക്കോട് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവിടെ വലിയ അട്ടിമറി നടന്നു, LDF വലിയ അട്ടിമറി നടത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് തോൽക്കുക എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു കോൺഗ്രസ്. തോറ്റാൽ മുൻകൂർ ജാമ്യം എടുക്കാൻ ഇപ്പോഴേ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിച്ചിരിക്കുന്നു കോൺഗ്രസിന്. എന്ന് വെച്ചാൽ 75 സീറ്റിൽ അവസാനം വന്നു നിൽക്കുന്നത് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന 8-ലധികം സീറ്റ് കണക്കെടുത്തുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 75 സീറ്റും ലഭിക്കില്ല എന്നർത്ഥം. അതിലും താഴേക്ക് പോകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അത് എത്ര എന്നേ അറിയാനുള്ളൂ. അതിന് മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം.